നമ്മൾ എഴുന്നേറ്റ സമയം റെക്കോർഡാണ്. ഉച്ചയ്ക്ക് 2 മണി. എന്നെ ജഡ്ജ് ചെയ്യുന്ന ഒരാളെ ഞാൻ കാണിച്ചു തരാം. ചായ കുടിക്കണോ അതോ ഊണ് കഴിക്കണോ? പിന്നെ ഞാൻ എഴുന്നേറ്റത് ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അപ്പം 6 മണിക്ക് എഴുന്നേൽക്കണം എന്നുള്ളത് അടുത്ത ദിവസം തന്നെ, ലൈക്ക് സെക്കൻഡ് ഡേ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. പക്ഷെ വി വിൽ ട്രൈ അഗൈൻ ആൻഡ് വിൽ ട്രൈ അഗൈൻ ആൻഡ് വിൽ ട്രൈ. അപ്പം ടുഡേ ഐ വാസ് തിങ്കിങ് ഐ വിൽ ഷോ യു മൈ നൈറ്റ് ടൈം റുട്ടീനും കൂടെ കാണിച്ചിട്ട് എൻ്റെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും കൂടെ ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ വെൽക്കം. ഇവ ഞാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ A313. ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണോ എന്നറിയില്ല. എൻ്റെ ഫ്രണ്ട് ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ്. അപ്പൊ ഇത് ഞാൻ ഇച്ചിരി എടുക്കും. ഇച്ചിരി എടുത്തിട്ട് വിടാം. എന്റെ വാസ്ലിൻ തിരിച്ചിട്ടി. സോ ഇത്രേ ഉള്ളൂ എൻ്റെ നൈറ്റ് ടൈം റുട്ടീൻ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ എൻ്റെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കുറച്ച് പരിപാടികൾ എന്താണെന്നുള്ളത് നമുക്ക് അറിയാം. അപ്പൊ ഈ സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് ഐ ഫീൽ വെരി റിലാക്സ്ഡ്, ഐ ഫീൽ വെരി കോൺഫിഡന്റ് അബൌട്ട് മൈ സെൽഫ് ആൻഡ് ഐ ഫീൽ റിയലി ഗുഡ് അബൌട്ട് മൈ സെൽഫ്. അത് കൂടാതെ ഞാൻ ചെയ്യുന്ന പരിപാടികളാണ് പറയാം. ആദ്യം ഒരു ചെറിയ സാധനത്തിലേക്ക് കിടക്കാം. അതായത് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ഒറിഗാമി എന്ന് ആണ് ഞാൻ ഇതിനെ പറയുന്നത്. പക്ഷെ ഞാൻ ഒട്ടിച്ചിട്ടൊക്കെ ഉണ്ട്. ഇതുപോലെ ഒരു പെട്ടി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് കാർഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ കാർഡ്സ് ഒക്കെ കോഫിയിൽ മിക്സ് ചെയ്ത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിൽ മൊത്തം ഞാൻ കോഫി അടിച്ചു വെച്ചേക്കുക. പിന്നെ അതിന്റെ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് വാക്സ്, മറ്റേ സെന്റഡ് ക്യാൻഡിലിന്റെ കുറച്ച് വാക്സും ഇങ്ങനെ എല്ലാത്തിലും ഒരു ഇത്തിരി ഡ്രോപ്പ് ഇട്ടിട്ടുണ്ട്. സോ ഇറ്റ് സ്മെൽസ് റിയലി ഗുഡ്. അപ്പോൾ ഇത് എല്ലാം കൂടെ ഈ പെട്ടിക്കകത്ത് ഇങ്ങനെ ഇരിക്കും. എൻ്റെ റൂമിൽ ഈ ടേബിളിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കും. സോ എനിക്ക് സങ്കടമൊക്കെ തോന്നുന്ന സമയത്ത്, അല്ലെങ്കിൽ വെറുതെ റാൻഡം ദിവസം ഒക്കെ ചുമ്മാ നമ്മൾ വചനപ്പെട്ടി എന്നൊക്കെ എടുക്കുന്ന പോലെ ഞാനിത് പറഞ്ഞ് ഇങ്ങനെ എടുക്കും. എന്നിട്ട് ഞാനിങ്ങനെ നോക്കുമ്പോൾ അതിലിങ്ങനെ ഓരോ ക്യൂട്ട് സാധനം ഞാൻ എഴുതി വെക്കും. യു ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വുമൻ ഇൻ ദ ഹോൾ വൈഡ് വേൾഡ്. ഐ ലവ് ഹൗ യു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ഇതാണ് ഒന്ന്. I love my life. I can do anything I want. I'm beautiful. I'm healthy. I'm intelligent. പിന്നെ ഇതെന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് കിട്ടുമ്പോൾ ഗോ ബാക്ക് എ ലിറ്റിൽ ബിറ്റ്, തിങ്ക് അബൌട്ട് വാട്ട് ഗോട്ട് യു ഹിയർ, ബ്രീത്ത് ആൻഡ് നൗ ഗെറ്റ് ബാക്ക് ടു വർക്ക്. ഇതെനിക്ക് ചില സമയത്ത് ഭയങ്കര ഒരു മെഡിറ്റേറ്റീവ് ആയിട്ട് തോന്നുന്നു. അതായത് ഇത് മിക്കപ്പോഴും കറക്റ്റ് സമയത്താണ് വരിക. അപ്പം ഐ റിയലി ഗോ ബാക്ക് and think about all the things that I've done, all the things that have hurt me, all the situations that have hurt me, all the situations that have brought smile. എല്ലാം ഇങ്ങനെ കറക്റ്റ് സമയത്ത് ആ സമയത്ത് ഓർമ്മ വരേണ്ട സാധനമൊക്കെ എൻ്റെ ബ്രെയിൻ തന്നെ കൊണ്ടുവന്ന് തരും. ആൻഡ് ഐ താങ്ക് ദോസ് സിറ്റുവേഷൻസ്, ഗുഡ് ഓർ ബാഡ്. ഇതിനൊക്കെ ഞാൻ താങ്ക് ചെയ്ത് കുറച്ചൊന്ന് ബ്രീത്ത് ചെയ്ത് തിരിച്ചു വരുമ്പോഴേക്കും ഐ ഫീൽ ബെറ്റർ, ലൈക്ക് മച്ച് ഒരു 10x ബെറ്റർ ദാൻ വാട്ട് ഐ യൂസ് ടു ഫീൽ. പിന്നെ എല്ലായിടത്തും നോക്കാം. ട്രസ്റ്റ്, ബിലീവ്, ആസ്ക്, ഇറ്റ് വിൽ ഓൾ കം ടു യു. അത് പിന്നെ ഇത് വേണ്ട, ഇത് എനിക്കിരിക്കട്ടെ. അതൊരു മിസ്റ്റേക്ക് ആയിട്ടിരിക്കട്ടെ. ഐ ലവ് ദ വേ യു ലേൺ, ഐ ലവ് ദ വേ യു പ്രേ, ഐ ലവ് ദ വേ യു ടോക്ക് ടു യുവർ സെൽഫ്. പിന്നെ ഇതും അടിപൊളിയാ. ടേക്ക് എ മൊമെന്റ്, ഫീൽ, ക്വിക്ക് ബോഡി സ്കാൻ. ദർ യു ഗോ. ബോഡി സ്കാൻ എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒന്ന് ഇങ്ങനെ ബോഡി മൊത്തം ഇവിടെ മുതൽ കാലിന്റെ അറ്റം വരെ ഐ ജസ്റ്റ് ഫീൽ മൈ ബോഡി ആൻഡ് മൈ എക്സിസ്റ്റൻസ്. ദാറ്റ് വേ യു ഫീൽ വെരി അലൈവ്. നമ്മുടെ ബോഡിയുടെ പല ഭാഗങ്ങളും നമ്മളിടയ്ക്ക് മറന്നു പോകും. ബിക്കോസ് വി ഡോണ്ട് തിങ്ക് അബൌട്ട് ഇറ്റ്. ഇപ്പൊ ഈ കൈ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കും, കൈ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കും, എഴുതാൻ ഉപയോഗിക്കും. പക്ഷെ വി ഫൊർഗെറ്റ് ദാറ്റ് ദിസ് കൈ എക്സിസ്റ്റ്സ്. ഇതിങ്ങനെ ഇങ്ങനെ 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 നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മളിങ്ങനെ മറന്നു പോകുമല്ലോ. അപ്പം ഈ ബോഡി സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ പാർട്ട് ബൈ പാർട്ട് നമ്മളിങ്ങനെ ഓർക്കും, നമ്മളിങ്ങനെ അവെയർ ആവും. അത് ഭയങ്കര രസമാണ്. അത് ഞാൻ എത്ര പറഞ്ഞാലും ചിലപ്പോൾ മനസ്സിലാവില്ല. സംടൈംസ് യു ജസ്റ്റ് ഫീൽ എവ്രി സിംഗിൾ, ഒന്ന് കണ്ണടച്ചിട്ട് എവ്രി സിംഗിൾ പാർട്ട് ഓഫ് യുവർ ബോഡി ഒന്നൊരു സ്കാൻ നടത്തി കഴിഞ്ഞാൽ യു വിൽ ഫീൽ മച്ച് 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 ബെറ്റർ, മച്ച് ബെറ്റർ ദാൻ like a few seconds ago. പിന്നെ അടുത്തത്, your creativity, your sense of humor, the way you listen, the way you are also so present is just wow. ഇത് ഞാൻ തന്നെയാണ് എന്നോട് ഇതൊക്കെ പറയുന്നതെങ്കിലും സംടൈംസ് എൻ്റെ ക്രിയേറ്റിവിറ്റീനെ ഒന്നും അങ്ങനെ
ചിലപ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റിനെ ഏറ്റവും കൂടുതൽ വിറ്റ്നസ് ചെയ്യുന്ന നമ്മളാണ്. ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരു പോർഷൻ അല്ലേ നമ്മൾ കാണിക്കുള്ളൂ. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി വിറ്റ്നസ് ചെയ്യുന്നത് എപ്പോഴും നമ്മളാ. അപ്പം വി ഹാവ് ടു അപ്രീഷിയേറ്റ് ആ ക്രിയേറ്റിവിറ്റി. നമ്മൾ ആദ്യം അപ്രീഷിയേറ്റ് ചെയ്താലേ പിന്നെ ആൾക്കാർ അത് അപ്രീഷിയേറ്റ് ചെയ്തുള്ളൂ. പിന്നെ അത് ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിലും നമുക്കൊന്നും തോന്നത്തില്ല. പിന്നെ ഇതും അടിപൊളിയാണ്. ബ്രീത് ഇൻ, ബ്രീത് ഔട്ട്. ഐ ലവ് യു ടുഡേ, ടുമോറോ, ഫോർ എവർ. ഈ ഐ ലവ് യു ഒക്കെ നമ്മൾ തന്നെ പറയണം. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുമ്പോൾ പോലും നമുക്കത് വിശ്വാസം വരില്ല. ലാസ്റ്റ് വൺ. ഐ ലവ് ദ വേ യു ടേക്ക് കെയർ ഓഫ് യുവർ മൈൻഡ്, യുവർ ബോഡി ആൻഡ് യുവർ സോൾ. ഐ എം പ്രൗഡ് ഓഫ് യു. എനിക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള വാക്കുകൾ ഞാൻ തന്നെ എഴുതി വെക്കും, എന്നിട്ട് ഞാൻ തന്നെ എന്നോടത് പറയും. അപ്പൊ നമുക്ക് ഒരു പട്ടിയുടെ ആവശ്യം ഉണ്ടാവില്ല. ഐ നോ വാട്ട് വിൽ മേക്ക് മീ ഫീൽ ലവ്ഡ്. അപ്പോ ഈ വാട്ട് വിൽ മേക്ക് മീ ഫീൽ ലവ്ഡ് ഞാൻ തന്നെ എന്നോട് ചെയ്താൽ മതിയല്ലോ. സോ അതാണ് ഒന്ന്. പിന്നെ ഇതെൻ്റെ ഒരു 2023 മുതലുള്ള ജേർണലാണ്. അപ്പൊ ഈ ജേർണൽ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ബർത്ത്ഡേക്ക് തന്നെയാണ്. ഈ നോട്ട്ബുക്ക് ഞാൻ ഭയങ്കര സേവർ ചെയ്താണ് വെക്കുന്നത്. കുറച്ച് പേജ് ബാക്കിയുള്ളൂ. സോ ഐ ജസ്റ്റ് റീഡ് സം ഓഫ് ദ തിങ്സ്. എന്ന് വെച്ചാൽ ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വായിക്കില്ല. ഓക്കെ, ഇങ്ങനെയൊക്കെ I write stuff like, hey, it's been a while. I'm glad that you had the energy to take a pen and jot down your thoughts. You seem happy today. I think menstrual cycles, ovulation period and everything has a huge role in your emotional balance. You're a creator. You're sexy. Freaking hot. So desirable. Your wild feminine rules the world. Oh no. I'm a huge sucker for love, and I really don't know what it's like to actually give and receive love in the capacity of the real grey world. It's high time that I accept that the world does not revolve around me and people have other things to do other than thinking about you and judging you. Life really feels like a job that I need to do every day, and I'm not even getting paid. I'm going to breathe, live, and take it easy for a while. I've understood that I've been attaching myself to people with my fear of abandonment. It's typically developed in a childhood environment characterized by emotional inconsistency. Oh no, dark. Okay, കുറച്ച് ഞാൻ skip ചെയ്യാണ്. This uncertainty has made me believe that love is something that need to be earned and not inherently deserved. This makes me feel constantly dissatisfied and unloved. I frequently think about the worst case scenarios and I place their needs all above mine. Oh no, dark. ഇത് പണ്ടത്തെ ആട്ടോ, 2022 മീനു. I'm continuing to put my energy. അതൊന്നും വായിക്കേണ്ട അതൊക്കെ. If you were handed a microphone that every human being on earth could hear, but you could only speak about one topic, what would you say to the masses? I would talk about, അതിന്റെ റിപ്ലൈ ആണ്, I would talk about love and compassion and how most of us live with a lack of it. Don't stop yourself from inviting love into your life. Don't ever stop yourself from spreading love and expressing love towards the people who are close to you. Find reasons to call them, to text them, to check on them, and do it even when you don't receive it back very often. Cinema is a medium that can really bring people together. It has the power to make the unloved feel loved, the lonely feel less lonely. If you allow it, you can cry with it, laugh your worries away with it, and feel something. Feeling something is not a little thing. More often than not, we numb ourselves from certain emotions. For me, it's rage. I have a very weird relationship with anger. Sometimes I feel like I can't feel it. But I really felt like punching. വേണ്ട, അത് വായിക്കണ്ട. Wow. പിന്നെ കുറെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. The more childlike curiosity and joy I feel, the more opportunities come my way. I don't know about that. Yeah, but looking back, എനിക്ക് എപ്പോഴും ഒരു childlike curiosity ഉണ്ടായിരുന്നു, and I've always made sure that I feel joy, which is why I feel a lot of opportunities came my way. The more fun I have, the more successful I become. Yeah, that's true. Wow, 2022 Meena was pretty.
The more carefree I am, the easier my journey becomes. Life is gracious towards me. ഇതെന്തോ അഫർമേഷൻ പോലെയൊക്കെ എഴുതി കൂട്ടിയതാണ്. ഇതൊക്കെ കുറച്ച് മണ്ടത്തരമാണ്. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. The quality of decisions that you make every day is directly proportional to excellence in your life. What? Yeah. Okay, September 5th, 2023. You're ready. You're ready to transform your inner and outer world. You're ready to put your faith back into the world and in yourself. You are simply irresistible. You are completely magnetic, undeniably beautiful, exceptionally intelligent, unimaginably rich. Yeah, I am getting there. I'm getting there. Life works out for you every single time. So this is what this journal is about. ഇത് ഭയങ്കര എക്സ്ട്രീം ഇമോഷനിലൊക്കെ ഇരിക്കുന്ന സമയത്ത് എഴുതിയിരിക്കുന്നതാണ്. Oh no, my God. My body has all the power. It will let me get into the shape. What? Okay. ഇതിങ്ങനെ സേവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജേർണലാണ്. നല്ലൊരു കുട്ടി. ഇത് കാണിക്കണോ അതോ ഇത് കാണിക്കാം? ഇതെന്റെ പെയിന്റിങ് സ്കെച്ച് ബുക്കാണ്. ഇതിപ്പോ കുറെ കാലമായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇറ്റ്സ് ബിൻ എ റിയലി ലോങ് ടൈം സിൻസ് ഐ ഹവ് പെയിന്റഡ് എനിത്തിങ് ബിക്കോസ് ഐ യൂസ് ടു പെയിന്റ് വെൻ ഐ വാസ് റിയലി സാഡ് ആൻഡ് ഐ എം നോട്ട് റിയലി സാഡ് നൗ. പണ്ട് എനിക്ക് ഓൺ എ ഡെയിലി ബേസിസ് എനിക്ക് ഒരു കോൺസ്റ്റന്റ് സാഡ്നെസ് ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പൊ എനിക്ക് ഒരു ജനറലി എൻ്റെ മൂഡ് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയത്ത് പെയിന്റ് ചെയ്ത പെയിന്റിങ്സ് ആണ്. ഭയങ്കര പന്നയാണ് മിക്കതും. ഇറ്റ്സ് ജസ്റ്റ് മീ. ഞാൻ എൻ്റെ ഇമോഷൻസ് പുറത്തേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കളയാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ്. ഇത് ഭയങ്കര കുഞ്ഞിക്കുട്ടി. അയ്യോ, കുഞ്ഞിക്കുട്ടി എന്നെ നിങ്ങൾ ജഡ്ജ് ചെയ്യരുത്. കുഞ്ഞിപ്പിള്ളേർ വരയ്ക്കുന്ന പോലെ. ഇതെന്റെ പട്ടിയാണ്. ഇത് വെറുതെ നശിച്ചുപോയൊരു പെയിന്റിംഗ് ആണ്. ഇത് തുണിയില്ലാത്തൊരു പെണ്ണ്. ഇത് രണ്ടുപേര് കിസ് ചെയ്യുന്നതാ. അതായത് ഇവരുടെ രണ്ടുപേരുടെയും ജീവിതം അത്യാവശ്യം ഡാർക്കാണ്. പക്ഷെ അവർ ഉമ്മ വെച്ചപ്പോ ദേ ഫെൽറ്റ് അവരുടെ ബ്രെയിനിൽ കുറെ കളറൊക്കെ വരാൻ തുടങ്ങി. അതാണ് ഇതിന്റെ അർത്ഥം. കളറൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ദേ ഫീൽ റിയലി ഗുഡ്. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. കവി ഉദ്ദേശിച്ചത് അതാണ്. ആർക്കും മനസ്സിലായില്ലെങ്കിൽ ഇതൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് ഞാൻ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയത്ത് വരച്ചതാണ്. ഇത് എക്സ്ട്രീം വിഷമം ആ സമയത്ത് വരച്ചതാണ്. എന്നുവെച്ചാ ഇതൊരു ചെറിയ എന്നുവെച്ചാൽ ഡാർക്ക് ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ ബ്ലാക്ക് ക്ലൗഡ്സിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒരു വെളിച്ചം വരും. അവളുടെ ഹോപ്പ് ആണ് ഈ. മനസ്സിലാവുന്നില്ല അല്ലെ? അതാണ് ഞാൻ ഈ പെയിന്റിങ് വരച്ച സമയത്ത് ഞാൻ ഉദ്ദേശിച്ചത്. ലൈക്ക് ഷീ ഈസ് ഫീലിംഗ് വെരി dark and gray and all that is bad, but she's still hopeful for sunshine. ഇതൊരു എർത്ത് അല്ല, വേറൊരു പ്ലാനറ്റ് ആണെന്ന് വിചാരിച്ചാൽ മതി. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്കെന്തോ ഐ വാസ് ഫീലിംഗ് ഓൾ ഫെമിനിൻ. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പം പുള്ളിക്കാരിക്ക് ഒരു കൊച്ചിനെ അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഒരു റിയൽ പ്ലാൻ ആണ്. വെറുതെ ഇങ്ങനെ ഒരു ആഗ്രഹം പറയുന്ന പോലെ അല്ല. ഷീ ഹാസ് എ റിയൽ പ്ലാൻ ടു അഡോപ്റ്റ് ഗേൾ ചൈൽഡ്. അപ്പം ഐ ജസ്റ്റ് ഇമാജിൻഡ് ഹെർ വിത്ത് എ ചൈൽഡ് ഓഫ് ഹേഴ്സ് ദാറ്റ് ഷീ അഡോപ്റ്റഡ്. അപ്പം അത് ഞാൻ ചുമ്മാ വരച്ചതാണ്. ഇത് ഞാനാണ്. അത് ഷാങ്കായിൽ പോയപ്പോൾ ഉള്ള ഒരു ഫോട്ടോ ഉണ്ട്. ഞാൻ തന്നെ നോക്കി വരച്ചതാണ്. പിന്നെ എന്നെയും മെറിൽ സ്ട്രീപ്പ്. ഇത് മെറിൽ സ്ട്രീപ്പ് ആട്ടോ. ഡെവിൾ വെയർസ് പ്രാഡ എന്നുള്ള മെറിൽ സ്ട്രീപ്പിന്റെ ഇത് വരയ്ക്കാൻ ശ്രമിച്ചതാണ്. അപ്പൊ ഞങ്ങളെ രണ്ടുപേരെയും ഒരേ ഫ്രെയിമിൽ എങ്ങനെയെങ്കിലും. ഒരേ ഫ്രെയിമല്ല, എപ്പോഴും 2 പേജാണ്. എന്നാലും ജസ്റ്റ് ടു സീ ഈച്ച് അതർ. I love Meryl Streep, man. I mean, I don't know. She is the queen. She's the mother. അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇത് നല്ലൊരു പെയിന്റിങ് വരച്ചപ്പോഴേ പെയിന്റിങ് ചെയ്ത എൻ്റെ മനസ്സിൽ ഇത് നല്ലതാണ്. അപ്പം എനിക്ക് പിന്നെ അയ്യോ ഇനിയിപ്പോ അടുത്ത ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര മോശമാവില്ലേ എന്നൊരു അച്ചത്തും കൂടെയാണ് ഞാൻ നിർത്തിയെന്ന് തോന്നുന്നു. സോ ബട്ട് ഐ വിൽ ഗെറ്റ് ബാക്ക് ടു പെയിന്റിങ് അഗൈൻ. ഓക്കെ, ഇതെന്റെ ഞാൻ 2024 മേടിച്ച ജേർണലാണ്. അങ്ങനെ എഴുതി കുറെ പോയിട്ടുള്ളൊരു ജേർണലാണ്. ഇതിന്ന് ഇപ്പൊ എന്തെങ്കിലും വായിക്കാനാണെങ്കിൽ ഒന്ന് വായിക്കട്ടെ. അതൊന്നും വേണ്ട.
അയ്യോ എന്റെ പൊന്നോ ദൈവമേ. ഇത് കുറച്ചുകൂടെ മറ്റൊരു ഡിയർ ഡയറി മോഡിലുള്ള സാധനമാണ്. ഇതിൽ കുറച്ചുകൂടെ ഞാൻ ഭയങ്കര സ്പെസിഫിക് ആയിട്ട് കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ലൈക്ക് ദ പീപ്പിൾ ഹു ഹേർട്ട് മീ, ദ പീപ്പിൾ ഐ ഹവ് ഹേർട്ട്, എല്ലാം അങ്ങനെ ഒരു ഡിയർ ഡയറി മോഡില് എഴുതിയിട്ടുള്ള സാധനമാണ്. ഇത് ഞാൻ എന്ത് ചെയ്യും? ഞാൻ കുറെ ഇങ്ങനെ അങ്ങനെ കുറെ ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു കേട്ടോ ഫോർ ദ ലോങ്സ്റ്റ് ടൈം ഓഫ് മൈ ലൈഫ്. ഓ ഷിറ്റ്. March 5, 2024. Life feels very much like a gamble, and I really don't understand the math of it. They say it could all be possible, but I don't know if work, knowledge, and experience is enough. I think luck plays a huge factor. But who am I kidding? I've been the luckiest, most fortunate girl in this planet. I should probably check if I've got any talent. I don't know. I am talented. I've always given my best, but there is always this no way I'm reading that. പിന്നെ ഞാൻ കുറെ കണക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എത്രയാ ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് അങ്ങനെ. ഓ നോ, ഇതൊക്കെ ഭയങ്കര ഡാർക്ക് അടിച്ചിരിക്കുന്ന സമയമാണോ? I feel like a fucking pricking. I feel a fucking pricking pain on my chest that just doesn't leave me. I feel that I made this thing to myself. I feel stinky. I feel drowsy. I don't really see a point in living this life. I really don't see a point. Life is just a science experiment gone wrong, and wouldn't wish my life upon an enemy. Oh no. Why are you suffering so much? Why? Don't you deserve to be happy? When you were in school, you were so ഇത് ഞാൻ മറ്റേ പ്രാന്ത് പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത്. When you were in school, you were so genuinely happy. I can't even see your eyes light up these days. Something is just missing. Something is really tearing you apart. You should okay. മെയ് 2 എഴുതിയിരിക്കുന്നത്. May 2, 2025. The goal is to treat myself like a queen. ഓ മറ്റേ എന്താ ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് സെൽഫ് ലവ് ഒക്കെ തുടങ്ങിയ. The goal is to treat myself like a queen and to make myself അതൊന്നും വായിക്കുന്നില്ല. At the same time achieve a lot of peace, happiness and experiences rather than attachments, liabilities, or ego trips. I love how I've always chosen myself at the end, even when I have to put myself into situations where I've forgotten my existence. I love my answers, my solutions, my emotions, my passion, my way of processing my emotions, my way of looking at life, my career, my love language, my choice of words, my glimmers, my confidence, my body, its curves, its shape, its color, the molds I've got, its thickness, its skinniness, its build, its stature, its height, everything. I love how I see life and how I maneuver through it. Meenu, kisses, queen. I could bite you. Oh, adine veendum dark. Adine 13 September 2025. Is everyone fooling me? Am I really not that talented? Am I jobless? Am I a fool? Did I waste money on a lot of useless stuff? Am I a fool? I'm scared. I'm stuck. I'm scared. I'm so scared. Is processing just a word for losers? Am I turning into a mental patient? Bitch, you are a mental patient. Am I a fucking piece of lie? Am I a loser? പാവം കൊച്ചിട്ടോ. Wow. And this was all in 2025. Like 2025 is probably is supposed to be the best time of my life, but it was the worst time of my life actually. Yeah, man. Pinnem, I feel very lonely, heartbroken. I feel like I will lose interest in life eventually. I feel like everybody secretly hates me. I feel awful. Oh, 2026 ഞാൻ എഴുതിയൊരു സാധനമുണ്ട്.
I feel easier, slower, and I believe that everything will make sense once it's done. I feel scared, doubtful, and even more scared right now, but I'm not going to judge my journey. I will be breathing through this journey and I will find light. I am the light. Wow. I love how this is what I wrote in 2026. Yeah, this journal has seen so much in so much detail. And yeah, that's one. Okay, this one I really like talking about it. I mean, I've not talked about it to anyone in the world. This is the first time I'm talking about it to anyone, for that matter. Even my sister, my close friends, nobody knows about it. So, but anyways, I'm just gonna say it. ഇതിന്റെ എല്ലാ പേജസും ഞാൻ കോഫി വെച്ച് മുക്കിയിട്ടുള്ളതാണ്. പക്ഷെ ദിസ് നോട്ട് എ ജേർണൽ, ദിസ് എ നോവൽ ദാറ്റ് ഐ എം റൈറ്റിംഗ്. ബട്ട് ഇതൊരിക്കലും പുറം ലോകം കാണില്ല, ബിക്കോസ് ഇറ്റ്സ് ഷിറ്റ്. ഇറ്റ്സ് അബ്സല്യൂട്ട് ഷിറ്റ്. അപ്പം ഇറ്റ്സ് എ സ്റ്റോറി അബൌട്ട് എ റൈറ്റർ. ഒരു എന്താ പറയാ, ഒരു റൈറ്റർ. അപ്പം ആ റൈറ്ററിന്റെ ജേർണലാണിത്. അപ്പം ഈ റൈറ്റർ പുള്ളിക്കാരിയുടെ ആദ്യത്തെ ബുക്ക് എഴുതി. അതിന്റെ കുറച്ച് ചെറിയ ബുക്ക് ടൂർ, മീറ്റ് ആൻഡ് ഗ്രീറ്റ് പരിപാടിയോ പോലത്തെ ചെറിയ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ആ പരിപാടിയുടെ ഇടയിൽ ഷി മീറ്റ്സ് ഓൾ ഓഫ് ദീസ് പീപ്പിൾ. അത് ദോസ് ആർ ദ പീപ്പിൾ ഹു ഐ മീറ്റ് ഇൻ മൈ ലൈഫ്. അപ്പം അവരെ പറ്റി എനിക്ക് ഉള്ള കുറച്ച് ഒപ്പീനിയൻസ്. സം പീപ്പിൾ ഐ ഹേറ്റ് ദം, ഐ ഹേറ്റ് സം പീപ്പിൾ. ഓക്കെ. അപ്പം അവരെ പറ്റിയൊക്കെ ഞാൻ പേരൊക്കെ മാറ്റിയിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ എന്തെങ്കിലും ഒരു പോർഷൻ എനിക്ക് വായിച്ചു തരണമെന്നില്ല, അതാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് എന്ത് വായിച്ചാലും പ്രശ്നമാണ്. ഇങ്ങനെയാണ് ഫ്രിഡേനും ഫ്രൈഡേനും പറ്റി. ഫ്രൈഡേം ഇസ് എ മിക്സ് ഓഫ് എ ലോട്ട് ഓഫ് പീപ്പിൾ. ഫ്രൈഡേനും പറ്റി വായിച്ചാലോ? അപ്പം ഫെലിസും ഫ്രൈഡേയും ദിയർ എന്താ പറയാ, അവര് നോൺ ബൈനറി ആയിട്ടുള്ള ആൾക്കാരാണ് രണ്ടുപേരും. പക്ഷെ ദേ ദ ഷിറ്റിയസ്റ്റ് പീപ്പിൾ ഓൺ എർത്ത്. അവര് കുറച്ച് പ്രോഗ്രസീവ് ആയിട്ടൊക്കെ നിൽക്കുമെങ്കിലും അങ്ങനെ അല്ലാത്ത ആൾക്കാരാണ്. കൊച്ചിലെ മുതലേ ഉള്ള ഫ്രണ്ട്സ് ആണ്. പിന്നെ ഇവള് കുറെ ലൈഫിലെ ഭയങ്കര നല്ല മൊമെന്റ്സിലൊക്കെ ഇവര് ഉണ്ടായിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ദേവ് ട്രീറ്റഡ് ഓൾ ത്രീ ഓഫ് ദം, അതായത് ഈ റൈറ്റർ പെണ്ണും അവര് റൈറ്റർ പെണ്ണിനെയും അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള 3 ഫ്രണ്ട്സ് ആണ് ഇവര്. എന്താ, കൊച്ചിലെ മുതലേ അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. അങ്ങനെ ഇതിൽ കുറെ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ട്, ലൈക് ക്ലാര, ഫർഹാന, റിഡ, ജീൻ. ഭയങ്കര സാധനങ്ങളാണ്. കുറെ നാള് ഫെലിസിനെയും ഫ്രൈഡേനെയും പറ്റി എഴുതും. പിന്നെ പുള്ളിക്കാരുടെ ജീവിതത്തിൽ വന്ന ഒരാളാണ് റെമി, ഡെസ്റ്റർ. ഇതൊക്കെ ഞാൻ ജീവിതത്തിൽ കണ്ട ആൾക്കാര് ഞാൻ പേര് മാറ്റിയിട്ട് എഴുതിയേക്കാണ്. പിന്നെ തറാന, ക്ലാര. ഇത് ചിലപ്പം വായിച്ചാ അവർക്ക് മനസ്സിലാവും അവരാണ് ഇത് എന്നുള്ളത്. അതായത് ആഫ്റ്റർ എ പോയിന്റ്, ജേർണലിംഗ് അബൌട്ട് യുവർ ലൈഫ് ആൻഡ് ജേർണലിംഗ് അബൌട്ട് ദ തിങ്സ് ദറ്റ് യു വിറ്റ്നസ്, ജേർണലിംഗ് ഓൾ യുവർ ആങ്കർ അവേ, അതൊക്കെ കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നും. ബിക്കോസ് യു ആർ റൈറ്റിംഗ് ഇറ്റ് ആസ് ഇറ്റ് ഈസ്. അവരുടെ എക്സാക്ട് പേരൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ള ജേർണലാണല്ലോ ഇത്. അപ്പൊ ആഫ്റ്റർ എ പോയിന്റ് ഇറ്റ് ബിക്കംസ് വെരി, ദർ ഇസ് നോ ത്രിൽ ഇൻ ഇറ്റ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ പിന്നെ ഞാൻ ഇത് ഒരു ഇതായിട്ടാണ് കണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരു പാസേജ് ഓഫ് മൈ ആങ്കർ ആൻഡ് മൈ സാഡ്നെസ് ആൻഡ് മൈ ഹാപ്പിനെസ് ആൻഡ് മൈ എക്സൈറ്റ്മെന്റ്, അതൊക്കെ ഞാൻ ഇതില് നല്ല അടിപൊളി ക്യാരക്ടേഴ്സും ഉണ്ട്. ഭയങ്കരമായിട്ട് പുള്ളിക്കാരിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആൾക്കാര് ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പം ഇൻസ്റ്റെഡ് ഓഫ് ജേർണലിംഗ് ഓൾ ഓഫ് ദി ആങ്കർ, ഐ തോട്ട് ഓഫ് റൈറ്റിംഗ് ഇറ്റ് ഇൻ എ ക്രിയേറ്റീവ് വേ. ചിലപ്പോ ഇത് കുറച്ച് കാലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ കുറച്ചുകൂടെ എഡിറ്റ് ഒക്കെ ചെയ്തിട്ട്, ഇതിപ്പോ ഞാൻ എന്റെ ജീവിതം ഡയറക്റ്റ് ആയിട്ട് അങ്ങ് എന്താ പറയാ, പേര് മാറ്റി മാത്രം വെച്ചേക്കുക. അപ്പൊ അത് കുറെ ആൾക്കാരെ അത് ഹാം ചെയ്യും.
അപ്പം അതിന് പകരം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് കുറച്ചാൾ കഴിഞ്ഞാൽ വേണമെങ്കിൽ എഡിറ്റ് ഒക്കെ ചെയ്തിട്ട് വേണ്ട, ഇത് ഭയങ്കര പന്നയാണ്, ഇത് ഭയങ്കര ഇറ്റ്സ് വെരി ഷിറ്റി, ഇറ്റ്സ് എ ഷിറ്റി നോവൽ. പക്ഷെ ഐ വോണ്ട് ടു കീപ് റൈറ്റിംഗ് ഇറ്റ് എന്നാണ് എന്റെ ജീവിതത്തിലുള്ള കാര്യങ്ങളെയൊക്കെ വേറൊരാളുടെ ജീവിതത്തിലെ പെർസ്പെക്റ്റീവായിട്ട് എഴുതുന്ന എന്ത് രസമാണ്. So there is a lot of art in it, there is a lot of creation and there is a lot of creativity in it. അപ്പം ഇനി അങ്ങോട്ട് എന്നെ വിഷമിപ്പിക്കുന്നവരൊന്നും അങ്ങനെ ചുമ്മാ വിഷമിപ്പിച്ചിട്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഐ വോണ്ട് ടു ക്രിയേറ്റ് ആർട്ട് ഫ്രം ഇറ്റ്, അല്ലെങ്കിൽ ദർ ഇസ് നോ പോയിന്റ്. ഓ മൈ ഗോഡ്, ഇത് വായിക്കാൻ ഇച്ചിരി പാട് കേട്ടോ. അപ്പൊ ഇറ്റ്സ് വെരി ഷിറ്റി, ഇറ്റ്സ് എ ഷിറ്റി നോവൽ. സോ ഐ തിങ്ക് യു ഷുഡ് ഓൾസോ ഡു ദിസ്. ലൈക്ക് ഇൻസ്റ്റെഡ് ഓഫ് നമ്മളെ ആൾക്കാരിങ്ങനെ അവരെവിടെ ഇങ്ങനെ ചുമ്മാ വന്ന് അവരിങ്ങനെ നമ്മളെ വിഷമിപ്പിച്ചിട്ട് പോവും. ആ വിഷമത്തിനെ കുറച്ചുകൂടെ ക്രിയേറ്റീവ്ലി തലേന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ the way we start looking at sadness and looking at depression or anxiety, I don't want to use those words, you will start looking at it in a different perspective. I have to start writing on this again. ഇപ്പൊ ഞാൻ അങ്ങനെ ഇപ്പൊ ലൈക്ക് ഐ സെഡ് ഇതൊക്കെ ഈ ഞാനിപ്പോ കാണിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഞാനിപ്പോ ഉപയോഗിക്കല് ഒരു പരിധി വരെ ഇപ്പം ചെയ്യാറില്ല. ലൈക്ക് 2026 ജാനുവരി ടൈമിലാണ് ഞാൻ ലാസ്റ്റ് ഇതൊക്കെ ചെയ്യേണ്ടി വന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ജാനുവരി ഫെബ്രുവരി എന്തോ ആയപ്പോഴേക്കും ഐ സ്റ്റോപ്ഡ് ഡൂയിങ് ഓൾ ഓഫ് ദാറ്റ് ബിക്കോസ് ഐ ആം pretty happier now and I am at peace. എനിക്ക് ഭയങ്കര എക്സ്ട്രീം സങ്കടവും എക്സ്ട്രീം സന്തോഷം ആക്ച്വലി കുറെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് എക്സ്ട്രീമിറ്റീസ് ഇപ്പൊ ഇല്ല. ഐ ടേക്ക് എവറിഥിങ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് നൗ. അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെ ജേർണൽ എഴുതി കരഞ്ഞ് അങ്ങനെ ചെയ്യാൻ ഇപ്പൊ തോന്നുന്നില്ല. ബട്ട് മേ ബി ഐ ഷുഡ് ജസ്റ്റ് റൈറ്റ് ഫോർ ദ സേക്ക് ഓഫ് റൈറ്റിംഗ്, ഫോർ ദ സേക്ക് ഓഫ് ക്രിയേറ്റിവിറ്റി. എന്ന് പറഞ്ഞാൽ വിഷമിച്ചിരിക്കുമ്പോൾ മാത്രം എന്തിന് എഴുതണം അല്ലേ? ഞാൻ സന്തോഷിച്ചിരിക്കുമ്പോഴും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഐ ഡോണ്ട് നോ വൈ ഐ സ്റ്റോപ്പ് റൈറ്റിംഗ്. ഐ ക്രിയേറ്റഡ് മൈ കമ്മ്യൂണിറ്റി, ഐ സ്റ്റാർട്ടഡ് ഹോസ്റ്റിംഗ് ഇവന്റ്സ് ഫോർ വിമൻ, ഐ ഹോസ്റ്റഡ് മൈ ഫസ്റ്റ് ത്രിഫ്റ്റ് കമ്മ്യൂണിറ്റി, ത്രിഫ്റ്റ് പോപ്പ്-അപ്പ്. അപ്പം അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഐ ഡിഡ്ന്റ് ഹാവ് എ ടൈം ടു സിറ്റ് ഡൗൺ ആൻഡ് റിഫ്ലെക്ട് ഓൺ മൈ ലൈഫ്. Today, by reading these and by taking this video, I kind of reflected on life. Thank you for being a part of today. Thank you. I think I should sleep now. അങ്ങനെയാണെങ്കിൽ നാളെയെങ്കിലും എനിക്ക് 6 മണിക്ക് എഴുന്നേൽക്കാം. So, love you.